അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 സങ്കീർത്തനം 6 വാക്യം നമുക്ക് വായിക്കാം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. NIV ഇംഗ്ലീഷ് വേർഷനിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഫോർ ദ ലോർഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് ദ റൈച്ചസ്, ബട്ട് ദ വേ ഓഫ് ദ വിക്കറ്റ് വിൽ പെരിഷ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നീതിമാനാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണമെന്നും ഏതെല്ലാം കാര്യങ്ങളിൽ അവർ ശുഷ്കാന്തിയുള്ളവരാകണമെന്നും 1 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. നീതിമാന്റെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് 1 സങ്കീർത്തനം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട നീതിമാനായ ഒരു വ്യക്തി നിശ്ചയമായും ചെയ്യരുതാത്ത 3 കാര്യങ്ങൾ 1 സങ്കീർത്തനം 1 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന അഥവാ ഉപദേശം അനുസരിച്ച് ജീവിക്കരുത്. പാപികളുടെ വഴിയിൽ അഥവാ പാപികളുടെ ജീവിത രീതി മാതൃകയാക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ അഥവാ പരിഹാസികളായ വ്യക്തികൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ തെറ്റിച്ചെന്നിരുന്ന് ആരെയും പരിഹസിക്കരുത്. നീതിമാനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ചെയ്യേണ്ടതായ 2 കാര്യങ്ങൾ 1 സങ്കീർത്തനം 2 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഒന്നാമതായി, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം, അഥവാ യഹോവയുടെ ന്യായപ്രമാണം വായിക്കുവാൻ നാം തൽപരരായിരിക്കണം. രണ്ടാമതായി, യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിക്കണം, അഥവാ ദൈവകൽപ്പനകൾ അനുസരിക്കണം. ധ്യാനിക്കുക എന്നാൽ സീക്കിംഗ് ഗൈഡൻസ് ഫോർ ലൈഫ് എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്. യഹോവയുടെ ന്യായപ്രമാണം തൻ്റെ ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിത രീതിയാക്കണമെന്ന് സാരം. തെറ്റായ സ്വഭാവമുള്ള വ്യക്തികളെ നമ്മുടെ സ്നേഹിതന്മാരാക്കിയാൽ അവരുടെ അഴുക്ക് സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവം അഥവാ നമ്മുടെ ജീവിത രീതിയായി നമ്മുടെ ശീലമായി തീരുന്നു. ബൈബിളിലെ ദൈവം അംഗീകരിക്കുന്നതും അനുവദിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ നാം നമ്മുടെ സ്വഭാവമാക്കിയാൽ നമ്മെ കാണുന്നവരും ആ സ്വഭാവം തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുമെന്നതിന് 2 പക്ഷമില്ല. അതുപോലെ തന്നെ ചെയ്യരുതെന്ന് ദൈവവചനമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്താൽ മറ്റാരും അത് തിരിച്ചറിഞ്ഞില്ല എങ്കിലും സാത്താൻ അത് തിരിച്ചറിയുവാൻ കഴിയുമെന്ന് നാം ഓർക്കണം. യഥാർത്ഥ ദുഷ്ടൻ എന്നത് പിശാചാണെന്ന് നാം മനസ്സിലാക്കണം. അവൻ ദൈവത്തിൻ്റെ ശത്രുവായതിനാൽ നമ്മുടെയും ശത്രുവായി തീർന്നു. അതുകൊണ്ട് ബൈബിൾ നമ്മോട് ഉപദേശിക്കുന്നു, ദുഷ്ടൻ്റെ ഉപദേശപ്രകാരം ജീവിക്കരുത്. പാപികളായ വ്യക്തികളെ മാതൃകയാക്കരുത്. പരിഹാസികളായ വ്യക്തികൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവഭയമുള്ളവർ ചെന്നിരുന്ന് ആരെയും പരിഹസിക്കരുത്. ദുഷ്ടൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവകൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്യുവാൻ സാഹചര്യം അന്വേഷിച്ച് നടക്കുന്നവർ എന്നാണ്. എന്നാൽ ഭാഗ്യവശാൽ പാപം ചെയ്തതുമൂലം ദൈവത്തിൽ നിന്നും അകന്ന ദുഷ്ടൻ അഥവാ പാപി എന്ന പട്ടികയിലുള്ള സകല വ്യക്തികൾക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടുവെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാലത്ത് ദൈവത്തിൽ നിന്നും അകന്ന് പാപം ചെയ്ത് ജീവിച്ചിരുന്ന എനിക്കും ദൈവമകനാകുവാൻ ഇടവന്നത്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 1 അധ്യായം 7 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, യേശുവിൻ്റെ ആത്മാവിനെ തന്ന് നമ്മെ കർത്താവായ യേശു ക്രിസ്തു ദൈവമക്കളാക്കി തീർക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിക്കാതെ അവൻ്റെ രക്തത്തിൽ നാം ആശ്രയിക്കാതെ വീണ്ടും പാപം ചെയ്ത് ജീവിച്ചാൽ നാം പിശാചിൻ്റെ മക്കളായി നിത്യ മരണമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ വഴി അഥവാ ജീവിത രീതി അവരെ നാശത്തിൽ കൊണ്ടെത്തിക്കുന്നുവെന്ന് 1 സങ്കീർത്തനം 6 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നാം 1 സങ്കീർത്തനം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യഹോവയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം അഥവാ കൽപ്പനകൾ വായിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യാമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നാം പാപം ചെയ്യാതെ വണ്ണം പാപത്തെ പാപമാണെന്ന അറിവ് തന്നുകൊണ്ട് നാം നടക്കേണ്ടുന്ന വഴിയിൽ കൂടി മാത്രം ദൈവം നമ്മെ നടത്തുന്നു. ദൈവം നമ്മെ നടത്തുന്ന വഴിയിൽ കൂടി നടന്നാൽ നമ്മോട് സംസാരിക്കുന്ന വ്യക്തികൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നവനാണോ എന്നും അവർ പറയുന്ന കാര്യങ്ങൾ പാപത്തിൻ്റെ ചതിയോ വലയോ ഉണ്ടോ എന്നും ദൈവം നമുക്ക് അറിയിച്ചു തരും.
അതുപോലെ തന്നെ പാപികളായ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന വാക്കുകളും നാം ചെയ്യാതെയും മാതൃകയാക്കാതെയും ജീവിക്കുവാൻ വേണ്ട ജ്ഞാനം ദൈവം നമുക്ക് തരും. പരിഹാസികളായ വ്യക്തികൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നാം ചെന്നെത്താതെ വണ്ണം കർത്താവ് നമ്മുടെ വഴി തിരിച്ചുവിടും. കാരണം യേശു നമ്മുടെ എല്ലാ വഴികളിലും ജീവിത സാഹചര്യങ്ങളിലും കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു, സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു. നിത്യജീവനാവകാശികളായി തീരുവാൻ ഒരു വ്യക്തി ദൈവം ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ല എങ്കിൽ സാത്താൻ്റെ വീതിയുള്ള വഴിയിൽ കൂടി നാം യാത്ര ചെയ്യുവാൻ പ്രലോഭിക്കപ്പെടുകയും സകലവിധ പാപങ്ങളും ചെയ്ത് നാം ജീവിക്കുന്നതിനാൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ നാം എത്തിപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ നമുക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാം. യഹോവയുടെ ന്യായപ്രമാണം നമ്മുടെ ജീവിത രീതി അഥവാ ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റാം. അവൻ്റെ പ്രമാണം അനുസരിച്ച് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അവർക്ക് കൊടുക്കുകയാണമേ. അങ്ങനെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വേണ്ട ദൈവകൃപാടിയും മടിയെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി തന്ന് സഹായിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.